ഇന്ന് മിനി ഊട്ടിക്കാണ് നമ്മൾ പോകുന്നത്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പോകുന്ന റോഡൊക്കെ വളരെ മോശമാണ്. കാരണം കോറികൾ ധാരാളം ഈ മലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതോ കോളേജാന്ന് തോന്നുന്നുണ്ട്. ഏതോ വർക്ക് ചെയ്യുന്ന ഇത് കോറികൾ ഉള്ളതുകൊണ്ടേ റോഡൊക്കെ ആകെ പൊളിഞ്ഞെടുക്കുക. വലിയ വലിയ ട്രക്കുകളാണ് പോകുന്നത്. നമുക്ക് തന്നെ പേടി തോന്നും. നമ്മൾ പോണ സമയത്ത് വല്ലാതെ റഷ് ഒന്നുമില്ല. എന്നാലും അവിടെ വഴിയിൽ മിനി ഊട്ടിയിലോട്ട് എത്തുന്ന സമയത്ത് രണ്ട് ഇതുണ്ട്. ഒരു ജംഗ്ഷനിൽ വലത്തോട്ട് പോയാലാണ് യഥാർത്ഥ വലിയ ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പം അത് നമ്മളോട് പറയാനാണ് അവരവിടെ നിൽക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് അവിടെ എത്തി ഇവിടെ വലത്തോട്ട് പോകണം. ഇവിടുന്ന് ഇടത്തോട്ട് ആ പാർക്കിംഗ് കണ്ട് കയറ്റാനാണ് അവർ പറയുക അവിടെ നിൽക്കുന്ന കുട്ടികൾ. പക്ഷെ അത് അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട് നല്ല അടിപൊളി ബ്രിഡ്ജും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള അപ്പുറത്ത് ആ കാണുന്ന ചെറിയ ബ്രിഡ്ജാണ്. അപ്പം ഞങ്ങൾ അവരെ മാർക്കറ്റിംഗ് ഭാഗമായിട്ട് നമ്മളെ മിസ്ഗൈഡ് ചെയ്യാൻ നോക്കി. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ നമ്മളതിൽ പെടാതിരിക്കുക എന്നുള്ളതല്ല നമ്മളെ വിടുക്കേ. അതുകൊണ്ട് നമ്മളവിടുന്ന് വല്ല സ്കൂട്ടായി ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അടിപൊളി സ്ഥലം. പക്ഷെ എൻ്റെ വൈഫ് പറഞ്ഞ് ഭയങ്കര മഞ്ഞ്, എന്തോ ഒരു കോടമഞ്ഞ് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ താഴോട്ട് നോക്ക്. അപ്പോൾ ഇവിടുന്ന് കാണുന്നില്ല. താഴോട്ട് നോക്കിയാൽ ഒരു കോറിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. മോളത് പോണേ. ഞാൻ ടിക്കറ്റ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന് എടുത്തത്. അപ്പോൾ വലിയ ആൾക്കാർക്ക് 200 രൂപയാണ്. കുട്ടികൾക്കൊക്കെ കയറാം, വലിയവർക്കാണ് ഫീ. ഏതായാലും മോള് ചെക്കന്മാരൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട്. കൊമ്പങ്കാട് കോയ വന്ന സ്ഥലമാണ് തലട്ടകച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ചെക്കനെ. ഞാൻ കണ്ടിട്ടില്ല. കൊമ്പങ്കാട് ഫാൻസാണ് അവരൊക്കെ, നമ്മളെ മക്കളൊക്കെ. ബ്രിഡ്ജിൻ്റെ ഒരു ഇത് പുറത്തുനിന്ന് എടുത്തതാ. രസമല്ല. ഏതായാലും വളരെ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാമാണ് എന്ന് പറഞ്ഞാൽ മതി. മിസ്റ്ററി ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ അവിടെ പോണേല് നല്ല ഈ മിസ്റ്ററി ലാൻഡ് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. പറയത്തൊക്കെ എന്താ പറയുക, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽ മെയിൻറ്റെയിൻ. ലൈറ്റ് പറിച്ച് വെക്കാണ് നമ്മളെ കുട്ടി വ്ളോഗർ. ഇവള് ക്യാമറ കണ്ടോ ഓണാക്കിയ തുടങ്ങും. ഇതുപോലെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഏതായാലും നമ്മളെ ചോട്ടാപ്പികളൊക്കെ അവിടെ എന്തൊക്കെ കാട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ ടിക്കറ്റും കൈക്കൽ വെച്ചിരുന്നിട്ട് കുട്ടിയൊക്കെ ഒരു നിൽക്കാൻ കളിയില്ല. അങ്ങനെ ഞങ്ങൾ ബ്രിഡ്ജിൽ കയറി. സത്യം പറയാല എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും ഒരു പേടി നന്നയില്ല. കുട്ടികൾ നല്ല നമ്മളായിട്ട് കളിയാക്കുന്നുണ്ടായി, നമ്മളെ പേടി കണ്ടിട്ട്. അത് ഞാൻ ഒരുപാട് പേടി പുറത്ത് കാണിക്കാതെ ഞാൻ കുറെ കൊണ്ടുനടന്നു. പിന്നെ അങ്ങോട്ട് ശരിയായിട്ടാ, കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് ശരിയായി. താഴത്തേക്ക് നോക്കണ്ട പെണ്ണ. നമ്മള് ദുബായില് ബുർജ് ഖലീഫമ്മ കയറിയപ്പോൾ നല്ല കാറ്റായിരുന്നു. അവിടെ മുകളിൽ നല്ല കാറ്റായിട്ട് നമ്മൾ പറന്നു പോകുന്നൊക്കെ തോന്നി. അമ്മായിത്തെ കാറ്റായിരുന്നു അതിൻ്റെ മുകളിൽ. അപ്പം ഇത്ര പേടി തോന്നിയിട്ടില്ല. ഷെഡിമ്മ കയറിയ വല്ലാത്ത പേടി. കാരണം നമ്മൾ ചവിട്ടുന്ന ഭാഗം ഗ്ലാസ് അല്ലേ, അടിയിലോട്ട് ഇങ്ങനെ ക്ലിയറായിട്ട് കാണല്ലേ, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണല്ലേ. പേടിക്കാതിരിക്കുമോ? കുട്ടികളവിടെ നിലത്തിരുന്നിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ചേച്ചി ഉണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞ് കുട്ടികളെ ഇരുത്തരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ വല്ലാതെ ആളില്ല. കാരണം നമ്മളൊരു വർക്കിൻ്റെ ആണ് പോയത്. ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടാവും. 4 മണിയല്ല, 4:30 ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. അടിയിൽ റബ്ബർ തോട്ടന്മാർ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഏതായാലും മക്കളെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അതിൻ്റെ മുകളിൽ. പൈസ കൊടുത്ത് മുതലായി എന്ന് പറയാം. കാരണം
നന്നായി എൻജോയ് ചെയ്ത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാലും നമ്മൾ തിരൂരൊക്കെ ചെറിയ ചെറിയ പരിപാടി സംഭവങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ടൗണിൻ്റെ ഉള്ളിലാണ്. അതിൻ്റേതായ ഒച്ചയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. ടൗണിൻ്റേതായ പൊല്യൂഷനും പൊടി. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കിഡ്സ് പാർക്ക് ഉണ്ട്, അവിടെ കയറി. കുട്ടികൾക്ക് അറമാദിക്കൽ തന്നെ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങള് വല്ല കുട്ടികളെ അവിടെ ആക്കിയാണ്ടേ ഞങ്ങളിപ്പ വരാന്നും പറഞ്ഞാണ്ട് സെക്യൂരിറ്റിക്കാരുണ്ട് എൻ്റർ ചെയ്യുന്നോടത്ത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, അയാൾ നോക്കിക്കോളും. കുട്ടികളെ അവിടെ ആക്കിയാണ്ട് ഞാനും പെണ്ണുങ്ങളും കൂടി വല്ല അവിടുന്ന് സ്കൂട്ടായി അപ്പുറത്തപ്പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ തിന്ന് ഇങ്ങനെ നടക്കല്ലാത്ത. അതിൻ്റെ ഇടയിലാണ് സിബയിലെ ചെങ്ങായിമാര് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂട്ടണ്ടത്തിലെ കാളകളമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ആരും ഇല്ലാഞ്ഞിട്ടേ അവരെയാണ് ആ മുകളിൽ കയറി കുത്തിയിരിക്കണത്. കാള അവിടെ ഉണ്ട്, ഒരു കാളവണ്ടി അവിടെ ഉണ്ട്. എന്താ രസം അവിടെ. ഇവിടെ ഒരു ഹൊററിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ കയറില്ല. ഇനി വരുന്ന പ്രാവശ്യം പോകുമ്പോ കയറണം. നമ്മളെ കാരണന്മാരൊക്കെ ഉണ്ടല്ലോ. മഞ്ഞ് വന്ന് തുടങ്ങിയിരിക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. വൈകുന്നേരമായി തുടങ്ങിയ അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളെ വേങ്ങര ടൗണിൽ ആ താഴത്ത് മലക്ക് താഴത്തുള്ളതിനെക്കാളും നല്ല തണുപ്പുണ്ട് മുകളിൽ. മിസ്റ്റർലാൻഡ് ഇതാ വൈകുന്നേരം ആയപ്പോൾ ഇത്രയും ആളേ ഉള്ളൂ. എന്നാലും നല്ല ആളുണ്ട് കേട്ടാ. അതിന് ബ്രിഡ്ജിൽ കയറാൻ ആൾക്ക് ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കയറി പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. അതാണ് അവർക്ക് പ്രശ്നം. ഞങ്ങൾ വൈകുന്നേരം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ മഗ്‌രിബിൻ്റെ ശേഷം നോക്കിയപ്പോൾ ഉണ്ട് അവിടെ DJ ലൈറ്റൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ. അത് കണ്ടപ്പോൾ ഒന്നും കൂടി കയറാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് DJ ലൈറ്റൊക്കെ കണ്ടു. അമ്പളിമാമൻ ചന്ദ്രമാമൻ ഒഴിച്ചിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട്. നമ്മളെ ക്യാമറ ഒരു പൊട്ട ക്യാമറ ആയതുകൊണ്ടാണ് ക്യാമറൻ്റെ ലെൻസൊക്കെ പോയിക്കും. ഓൻ്റെ മോൻ്റെ ഒരു കാട്ട് കിട്ടി. അതിലൊക്കെ അറമാതി ചാകതായി പിടിച്ചോണ്ടിരാ. നമ്മളെ പിടിച്ചോടുന്ന് എന്നിട്ട് ഇറങ്ങിയടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ടേ. വേറെയും കുറേ ഉണ്ട് അവിടെ. പെറ്റ്സ് പാർക്കും കുറേയൊക്കെ ഉണ്ട്. പെറ്റ്സ് പാർക്കിൽ കയറണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി പിടിച്ചോണ്ടിരാനുള്ള പരിപാടിയാണ്. അതിന് ചെറുത്ത് കിടന്ന് ഇറങ്ങണ നോക്ക്. കുട്ടികളെ ഈ പ്രായത്തിൽ അവർക്ക് നമ്മളല്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊക്കെ തന്നെയല്ല വലുതായാലും ചിന്തിക്കാനും ഉണ്ടാവുള്ളൂ. ചെറിയ കാലത്തുള്ള മെമ്മറികൾ ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മളിപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ മെമ്മറി അല്ലേ, ഓർമ്മകളല്ലേ വലിയത് നെസ്റ്റാൾജിക്കായിട്ട് ഇപ്പം നമ്മൾ കൊണ്ടിറക്കുന്ന കുറേ കാര്യങ്ങൾ. മിസ്റ്ററി ലാൻഡ് DJ ലൈറ്റ് സോങ് ഉണ്ട്, പാട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. നല്ല അടിപൊളി ഡപ്പാങ്കുത്ത് പാട്ടൊക്കെ എത്തിയിരുന്നു. ഏതായാലും ഞാനവിടെ താഴത്ത് ഒരു പ്രയർ ഹാളുണ്ട് ഇതിൻ്റെ അടിയിൽ. അവിടെ പോയി മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളാണ്. ഈത്തപ്പഴത്തിൻ്റെ ചുറ്റും ഈത്തപ്പഴ മരങ്ങളാണ് കൊടുന്നിരിക്കുന്നത്. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെയൊക്കെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഒക്കെ അവസ്ഥ നമ്മളിവിടെ അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിട്ടും നമ്മളെ റിലേറ്റീവിൻ്റെ വീട് ഇവിടെ വേങ്ങര ഉണ്ടായിട്ട് ഇടയ്ക്ക് വരുമെങ്കിലും ഇങ്ങോട്ടൊന്നും തരൂലായിരുന്നു. മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പറഞ്ഞാൽ മാതിരി ഇതൊക്കെ ഒന്ന് പോവാ. കുട്ടികൾ അവിടെ കയറി എവിടെയും കയറി. 50 ഉറുപ്പ്യ വലിയവർക്ക് 50 ഉറുപ്പ്യാണ്, കുട്ടികൾക്ക് ഫ്രീയാ. വലിയൊരു എത്ര ആൾ കയറുകയാണെങ്കിൽ 50 ഉറുപ്പ്യ കൊടുക്കണം. അല്ലേ, നല്ലൊരു ഇതല്ല അത്.
ഒരുവിധം പെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വൈഫ് ഷൂട്ട് ചെയ്താണ്. അതിൽ കുറേ പെറ്റ്സ് മിക്സിങ് ആണ്. കയ്യിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ തീറ്റ കൊടുക്കണ്ട. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക്. അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഷോപ്പുകൾ ഒരുപാട്, 1-2 റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. ഒന്ന് 2 വീതം ഐസ്ക്രീം ഷോപ്പുകൾ ഒന്നിൽ കൂടുതലുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോന്നുണ്ട്, ഓവറല്ല. എന്നാലുണ്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളവിടെ പോയി ഏകദേശം ഒരു 100-800 റുപ്യ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ പറയാം. 4 കുട്ടികളും ഞങ്ങളില്ലേ, ഞാനും വർക്കും ഐസ്ക്രീം ആയിട്ടും അതും ഇതും പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ടും ടോയ്സ് വാങ്ങിയിട്ടും. പഠിച്ചോൻ ഇതൊക്കെ നമുക്കും വേണ്ടി നമുക്കും കൂടി ഉണ്ടാക്കിയതാണ്. ചില നമ്മള് ചിലരിലുണ്ടാകുന്നുണ്ട്. ഇതൊന്നും നമുക്കുള്ളല്ലോ. ഇതൊക്കെ ഇത് കാണാനും പോവാനൊക്കെ ആയിട്ട് ചില ആൾക്കാരുണ്ട്. അവര് പോയിക്കോളും. ഇത് നമുക്കും കൂടി ഉള്ളതാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതിങ്ങനെ കാണുന്നതിലും ഭേദം അവിടെ പോയിട്ട് അത് നേരിട്ട് അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരു വൈബും ഒന്ന് വേറെ തന്നെ കേട്ടോ. നമ്മൾ പറയും, നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇനി അവിടെ പോകേണ്ട കാര്യമില്ല. അങ്ങനെപ്പോൾ കാണാൻ എന്തെല്ലോ നമുക്ക് ഒരു മീഡിയയിൽ കിട്ടും. പക്ഷെ ആ ഒരു സ്ഥലത്ത് ആംബിയൻസിൽ നമ്മൾ പോയി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം, ഒരു വൈബ് വേറെ. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ വൈഫിൻ്റെ ആയാലും കുട്ടികളുടെ പേഴ്സൺ 50 റുപ്യാണ്. ശാന്തമായി വലിയ ആൾക്ക് 50 റുപ്യം കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സോണുണ്ട്, അവിടെ മൊത്തത്തിൽ 70 റുപ്യാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ ഏകദേശം 4-5 ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പോയിട്ട് തട്ടിമുട്ടി വരാം. മൊത്തത്തിലൊന്ന് കയറണമെങ്കിലാണ് ഞാൻ പറയുന്നത്. പിന്നെ അറിയാതെ എന്തൊക്കെ കാട്ടുണ്ട്. മയില കുട്ടികൾ ഇവിടെ പോയി വന്നതിന് ശേഷം പറഞ്ഞ നമുക്ക് ഇനിയും പോണട്ടാണ്. ഞാൻ പറഞ്ഞ നമുക്ക് ആ ബൈക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പോയി വെക്കാം, നല്ലതാണ്. ഏതായാലും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം അവിടുത്തെ ആ ക്ലൈമറ്റ്, പിന്നെ പൊടിപടലങ്ങളും ഈ വാഹനങ്ങളുടെ സൗണ്ടും പുകയും ഒന്നുമില്ലാത്തൊരു നല്ലൊരു ഓക്സിജന്, നമ്മളെ ഒരു വണ്ടർഫുൾ. ഇതാണ് ആമസോൺ കാടുകളിൽ നിന്ന് ഉപയോഗിച്ചിട്ട് തോന്നുന്നു. തലയിൽ കൊത്തുന്നതാണ്, തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കൊത്തി വലിക്കും. ഇവർക്ക് പിന്നെ മൃഗങ്ങളൊക്കെ ഭയങ്കര കാര്യം. ഇവിടെയുള്ള എല്ലാ പെറ്റ്സിനൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. ഒരുപാട് അക്വേറിയാണ്. അതെ, ഇതിൻ്റെ ഉള്ളിൽ 1-2 മീനുകളിൻ്റെ ഇതുണ്ട്. അവിടെ അക്വേറിയം വേറെ ഉണ്ട്, അണ്ടർ വാട്ടർ ടണലൊക്കെ ഉള്ള അടിപൊളി ടണൽ അവിടെ ഉണ്ട്. കുതിരനൊന്നും എടുത്തിട്ടില്ല. ഏതായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഇനി പോകുമ്പോൾ ഷൂട്ട് ചെയ്യും. ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്യാത്തതുണ്ട് ഇതിൽ. കുറേ കണ്ട് എനിക്കത് വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷെ ഭയങ്കര സംഭവമായിട്ടാണ്. ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏതായാലും ഫാമിലി ആയിട്ട് പോവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇല്ല അത്ര നമ്മൾ